നേര് എന്ന സിനിമയിലൂടെ മോഹൻലാൽ എന്ന വലിയൊരു താരം തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു വിജയത്തിലോട്ടാണ് നേര് എന്ന സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ ചിത്രം മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയ ചെറിയൊരു സമയത്ത് മാത്രം എടുത്ത ഒരു ചിത്രമായിട്ടാണ് ഈ ഒരു നേര് എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സൈലന്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ താരത്തിന്റെ ചിത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും നമുക്ക് പറ്റാത്ത അത്രയും തരത്തിലുള്ള ചെറിയ രീതിയിലാണ് ഈ ഒരു സിനിമ നമുക്ക് മുന്നിലെത്തിയത്. വലിയ സിനിമകളുടെ കൂടെ ക്ലാഷ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ റിലീസായത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സിനിമയെ മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ ഈ ഒരു സിനിമയെ ആരും ശ്രദ്ധിക്കാൻ പോയില്ല. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ ഇപ്പോൾ വലിയ സിനിമകളെല്ലാം അടിച്ച് തൂഫാനാക്കിയിട്ട് വലിയ രീതിയിലുള്ള വൻ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഈ ഒരു സിനിമ എത്രത്തോളം വലിയ ഹിറ്റായി മാറും എന്നുള്ള കാര്യം എനിക്ക് അന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ദൃശ്യം ഇറങ്ങിയിട്ട് 10 വർഷമാവുന്ന ദിവസം, അതുപോലെ തന്നെ ദൃശ്യം എന്ന സിനിമ നമുക്ക് മുന്നിൽ എങ്ങനെയാണ് എത്തിയത് അതിനേക്കാൾ ഹൈപ്പ് കുറഞ്ഞിട്ടാണ് നേരിടുന്ന സിനിമ നമുക്ക് മുന്നിൽ എത്തുന്നത്. എന്തായാലും മോഹൻലാലിന്റെ ഈ ഒരു ഗംഭീര തിരിച്ചുവരവ് മലയാള സിനിമ ലോകം ഒന്നാകെ ആഘോഷിക്കുകയാണ്. കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയാൽ അത് എത്രത്തോളം ഇമ്പാക്ട് ആണ് കേരള ബോക്സ് ഓഫീസിൽ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് എന്ന് കാണിച്ചിരുന്ന ഏറ്റവും വലിയ തെളിവാണ് നേര് എന്ന സിനിമ. ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് ഒരു സിനിമ പോകുമെന്ന് ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ഒരുപക്ഷെ വിചാരിച്ചു കാണില്ല. അത്ര വലിയ വിജയം. സിനിമ ഇറങ്ങിയിട്ട് 9 ദിവസം കഴിയുമ്പോൾ ഈ ഒരു സിനിമ 50 കോടി ക്ലബിലോട്ട് കയറി. വളരെ വേഗത്തിൽ 50 കോടിയിലോട്ട് ഈ ഒരു സിനിമ എത്തി. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ അതേ പോക്ക് തന്നെയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ സ്ക്രീനുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100 കോടി എന്നുള്ള ഒരു മാന്ത്രിക സംഖ്യ ഈ ഒരു സിനിമ കരസ്ഥമാക്കുമെന്ന് ഞാൻ അടിയുറച്ച് പറയുകയാണ്. കാരണം ഇത്രയും ചെറിയൊരു ദിവസത്തിനുള്ളിൽ 50 കോടി കിട്ടിയ ഒരു സിനിമക്ക് ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള റിലീസും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് വീക്കേ ഉള്ളൂ. അതുവരെ ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ ഇനിയും സ്ക്രീനുകളുടെ എണ്ണം കൂടാനാണ് സാധ്യത. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ തിക്കും തിരക്കും അതുപോലെ തന്നെ ന്യൂ ഇയർ മറ്റുള്ള ആഘോഷ ദിവസങ്ങളൊക്കെ വരാൻ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ 100 കോടി ക്ലബിലേക്ക് നിസ്സാരമായിട്ട് കയറുമെന്ന് ഞാൻ പറയുകയാണ്. മോഹൻലാൽ എന്ന നടന്റെ നേര് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഇങ്ങനെയാണ് കാണിച്ചു കൂട്ടിയതെങ്കിൽ മോഹൻലാൽ എന്ന താരത്തിന്റെ മലൈക്കോട്ടെ വാലിബൻ ബോക്സ് ഓഫീസിൽ എന്തായിരിക്കും കാണിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന ഈ നേര് എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഇത്രയും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയാൽ മലയാള സിനിമാ ലോകം എന്താണ് കാണാൻ പോകുന്നത്, മലയാള സിനിമാ ലോകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും ആ ഒരു ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം മലയാള സിനിമ ലോകത്തിന്റെ അഭിമാനമായി മാറട്ടെ, വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നേര് എന്ന സിനിമ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം കുടുംബ പ്രേക്ഷകർ, അതായത് ലേഡീസ് ആണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് പഠിച്ചു കയറുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ കണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ വരുന്നത്. തിയേറ്ററിലേക്ക് കുടുംബ പ്രേക്ഷകർ കയറുന്നില്ല, ആളുകൾ കയറുന്നില്ല, സിനിമ ഹൗസ്ഫുൾ ആവുന്നില്ല എന്നുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ല സിനിമയും നല്ല വിഷയവും സംസാരിക്കുന്ന സിനിമകൾ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സിനിമാ തിയേറ്ററിലെ ആളുകൾ കയറുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് നേര് എന്ന സിനിമ. സിനിമയ്ക്ക് ഹൈപ്പും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നല്ല കണ്ടന്റ്, നല്ലൊരു വിഷയം സംസാരിക്കുന്ന സിനിമ, അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയാൽ, നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവിടെ മലയാള സിനിമ വിജയിക്കും, ആ സിനിമ വിജയിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നേര് മാറിക്കഴിഞ്ഞു. എന്തായാലും 50 കോടി നേടിയ നേര് എന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും. 100 കോടി നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.